നെക്സ്റ്റ്, ഫാക്ടേഴ്സ് റിലേറ്റഡ് ടു ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടീച്ചർ സ്റ്റുഡൻറ് റേഷ്യോ ഇസ് ദ ഫസ്റ്റ് വൺ. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കാരണം ഒരു ടീച്ചർക്ക് കൊക്കിലൊതുങ്ങുന്ന എമൗണ്ട് ഓഫ് കുട്ടികൾ മാത്രമേ ഒരു ക്ലാസ്സിൽ ഉണ്ടാവാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ അധികമായി കഴിഞ്ഞാൽ ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ നല്ലതായിരിക്കില്ല എന്നുള്ളതാണ്. ക്വാളിറ്റി ഓഫ് ടീച്ചേഴ്സിൻ്റെ ക്വാളിറ്റി പ്രശ്നമാണ്. ഇൻഫ്രാസ്ട്രക്ചർ, അപ്പോൾ നല്ല ടീച്ചേഴ്സ് ഉണ്ട്, പഠിക്കാൻ ആഗ്രഹമുള്ള സ്റ്റുഡൻസ് ഉണ്ട് എന്നതുകൊണ്ട് മാത്രം ആയിട്ടില്ല. മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ കൂടി വേണം. അവർക്ക് പഠിക്കാനുള്ള സ്ഥലം, അല്ലെങ്കിൽ അവർക്ക് വായിക്കാനുള്ള ലൈബ്രറി, അവർക്ക് പഠിക്കാനുള്ള ഉപകരണങ്ങൾ, ലാബ് തുടങ്ങിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അഡോപ്റ്റഡ് ടീച്ചിങ് പ്രാക്ടീസസ്, ലൈബ്രറി ആൻഡ് അതർ റിസോഴ്സസ്, മാനേജ്മെൻറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ആ വിദ്യാഭ്യാസ സ്ഥാപനം ആരുടെ കീഴിലാണ്, ആരാണത് മാനേജ് ചെയ്യുന്നത്, എത്രത്തോളം നല്ല രീതിയിലാണ് മാനേജ് ചെയ്യുന്നത് എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ അച്ചീവ്മെൻറ്റ്, അതുപോലെ തന്നെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്ന സംഗതി. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെടുത്തി നമുക്ക് കാണാവുന്ന ലേണിങ്ങിനെയും ടീച്ചിങ്ങിനെയും അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അടുത്തതായിട്ട് ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന ഒരു ഭാഗമാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പം ഇത് ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ ഈ തുടക്കത്തിൽ ഡിസ്കസ് ചെയ്ത് വന്നിട്ടുള്ളതൊക്കെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, നിങ്ങൾ പലർക്കും ഇത് അറിയാവുന്നതായിരിക്കും. പക്ഷേ എങ്കിൽ പോലും ചോദ്യങ്ങൾ വരുന്ന സമയത്ത് എക്സാമിന് ഇത്ര ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നിട്ട് താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് സെലക്ട് ചെയ്യുക, അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് വരിക. അപ്പോൾ നമുക്കറിയാൻ നമ്മൾ വിചാരിക്കുമെങ്കിൽ ആ സമയത്ത് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, ഇതൊക്കെ ഓർത്തിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ്, ദേ റെഫർ ടു ഇൻഫർമേഷൻ സച്ച് ആസ് ഏജ്, മെച്ചുറേഷൻ, ലാംഗ്വേജ്, പേഴ്സണാലിറ്റി എക്സെട്ര ഓഫ് ദ ലേണർ. ഇപ്പോൾ ലേണറിൻ്റെ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ അക്കാഡമിക് ക്യാരക്ടറിസ്റ്റിക്സ്. അക്കാഡമിക് എന്ന് പറയുമ്പോൾ പ്രയർ നോളജ്, മുമ്പത്തെ ലേണിംഗ് എന്താണ്, എന്തൊക്കെ എത്രമാത്രം ഡിസയർ ഉണ്ട്, എന്തൊക്കെ ലേണിംഗ് ഗോൾസ് ആണ് വിദ്യാർത്ഥിക്കുള്ളത്. സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് റെഫർ ടു സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് സ്റ്റുഡൻറ്റ്. അപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണ്, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, റേഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആൻഡ് ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട്, അപ്പോൾ അതിലാണ് നമ്മൾ മെൻ്റൽ സ്റ്റേറ്റ്, വിദ്യാർത്ഥിയുടെ പെരുമാറ്റ രീതികൾ, പഠിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അയാളുടെ കുടുംബത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് അയാൾക്ക് കിട്ടിയിട്ടുള്ള ജീവിത രീതികൾ, ഈ കാര്യങ്ങളൊക്കെ പ്രധാനമാണ്. ആൻഡ് കൊഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്. Cognitive characteristics are about memory, intelligence and attention span of students. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചില ലേണർ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അടുത്തതായിട്ട് ഓഫ്ലൈൻ മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഓൺലൈൻ മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷൻ. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇത് രണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നൊരു കാര്യമുണ്ടല്ലോ. അപ്പോൾ ആ വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓഫ്ലൈൻ മെത്തേഡ്, in offline method you get institutionalized education, traditional way of education. It is a teacher centered method and it requires the physical presence of the student at a time which is decided by the teacher. അപ്പോൾ അത് വളരെ എളുപ്പത്തിലല്ല, നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആണ്. നിങ്ങളൊരു സ്ഥാപനത്തിൽ ഒരു നിശ്ചിത സമയത്ത് കയറി ചെന്ന് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് പഠിക്കുക, എക്സാമുകൾ എഴുതുക, ആ രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഓഫ്ലൈൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടീച്ചർ സെൻറ്റേർഡാണ്. കാരണം അധ്യാപകന് വലിയ റോളുണ്ട്. അധ്യാപകനാണ് കുറേ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നിങ്ങൾ ഏത് സമയത്ത് ഏത് ക്ലാസ് അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കണം, എപ്പോൾ എക്സാമുകൾ നടത്തണം എന്നൊക്കെ ടീച്ചേഴ്സ് ഡിസൈഡ് ചെയ്യുകയാണ്. ദാറ്റ്സ് വൈ വി കോൾ ഇറ്റ് ടീച്ചർ സെൻറ്റേർഡ് വേ ഓഫ് എഡ്യൂക്കേഷൻ. ഇതൊക്കെയാണ് ഓഫ്ലൈൻ മെത്തേഡിൻ്റെ സവിശേഷതകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. When it comes to online method of education, it is a very flexible way of education and it does not require the physical presence of the student and it is learner centered and no travel cost and time saving. ഇപ്പോൾ ഓൺലൈൻ മെത്തേഡിനെ പറ്റി പറയുമ്പോഴാണ്, ഇപ്പോൾ ഓൺലൈൻ എഡ്യൂക്കേഷൻ വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മുടെ SN യൂണിവേഴ്സിറ്റിയൊക്കെ കേരളത്തിലടക്കം വന്നിട്ടുണ്ട്. അപ്പോൾ ട്രാവൽ കോസ്റ്റ് ഇല്ല, ടൈം സേവിങ് ആണ് എന്നുള്ളത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഒരു കോളേജിൽ നിശ്ചിത സമയത്ത് പോവണ്ട, അല്ലെങ്കിൽ അങ്ങനെ പോയിട്ട് അറ്റൻഡ് ചെയ്യേണ്ട ഒരു സംഗതിയല്ല. നമുക്ക് മറ്റു കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് ഫ്രീ ടൈം കണ്ടെത്തി ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം എന്നുള്ളതാണ്.
അതുപോലെ ഇവിടെ ലേണർ സെൻറ്റേർഡ് ആണ്. കാരണം എപ്പോൾ ഏത് ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ഇപ്പം നിങ്ങൾ ഓൺലൈൻ എഡ്യൂക്കേഷനാണ് ഇപ്പോൾ പെർസ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ സെറ്റ് കോച്ചിങ്ങിൻ്റെ ഭാഗമാകുമ്പോൾ നിങ്ങൾ ഓൺലൈൻ എഡ്യൂക്കേഷനാണ് ചെയ്യുന്നത്. കാര്യം നിങ്ങൾ അവിടെ ലേണർ സെൻറ്റേർഡ് ആണ്. കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങളുടെ മറ്റ് ജോലികൾ കഴിഞ്ഞ് ആണ് നിങ്ങൾ ഈ ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ടാവുക, നിങ്ങൾ നോട്ട്സ് പഠിക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്കവിടെ ഓട്ടോണമി ഉണ്ട് എന്നുള്ളതാണ്. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ദ ഫിസിക്കൽ പ്രസൻസ് ഓഫ് ദ സ്റ്റുഡൻറ്റ്. ആൻഡ് അതുകൊണ്ട് തന്നെ നമുക്ക് വി കോൾ ഇറ്റ് എ ഫ്ലെക്സിബിൾ വേ ഓഫ് എഡ്യൂക്കേഷൻ. നൗ ടീച്ചിങ് എയ്ഡ്സ് എന്താണ് എന്നതിനെപ്പറ്റി നോക്കാം. വളരെ എളുപ്പമുള്ള സംഗതിയാണ്, നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ടീച്ചിങ് എയ്ഡ് എന്ന് പറയുന്നത് ക്ലാസ് റൂം ഇൻസ്ട്രക്ഷന് വേണ്ടി, പഠിപ്പിക്കുന്നതിന് വേണ്ടി ടീച്ചേഴ്സ് ഉപയോഗിക്കുന്ന ഒബ്ജക്ട്സ് ആണ്. അപ്പോൾ അത് ഒരുപാടുണ്ടല്ലോ, എല്ലാ തരത്തിലുള്ള ഒബ്ജക്ട്സും. ഇപ്പോൾ ബുക്കായാലും മാപ്പായാലും, if it is a chart or chalk, board, globe, or if you are using a projector, or if you are using a laptop, whatever it is that you use to aid your instruction, it is called a teaching aid. Teaching aid ടീച്ചിങ് ആൻഡ് ലേണിങ്ങും ഇഫക്റ്റീവ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ട്രഡീഷണൽ ടീച്ചിങ് എയ്ഡ്സ് ഉണ്ട്, അപ്പോൾ നമുക്കറിയാമല്ലേ, വളരെ പണ്ട് മുതലേ യൂസ് ചെയ്യുന്നതുണ്ട്. ബോർഡ്, ചോക്ക് മുതലായിട്ടുള്ള കാര്യങ്ങളാണ്. മോഡേൺ ടീച്ചിങ് എയ്ഡ്സ് ഉണ്ട്. ICT ബേസ്ഡ് ടീച്ചിങ് എയ്ഡ്സ് ഉണ്ട്. കമ്പ്യൂട്ടർ, പ്രൊജക്ടർ, മൊബൈൽ ഫോൺ, ദേ ആർ ഓൾ ICT ബേസ്ഡ് ടീച്ചിങ് എയ്ഡ്സ്. അപ്പോൾ ഇന്ന് കൂടുതൽ എനിക്ക് തോന്നുന്നു മോഡേൺ ആയിട്ടുള്ള, വളരെ ICT ബേസ്ഡ് ആയിട്ടുള്ള, ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ടീച്ചിങ് എയ്ഡ്സ് വ്യാപകമായിട്ട് യൂസ് ചെയ്ത് വരുന്ന ഒരു കാലമാണിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ബെനിഫിറ്റ് വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ്, മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. മൈക്രോ ടീച്ചിങ് എന്താണ്, ആ ഒരു കോൺസെപ്റ്റ് എന്തിനെ പറ്റിയാണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്, വിച്ച് വി വിൽ ലുക്ക് അറ്റ് ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. സോ മൈക്രോ ടീച്ചിങ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.